പഠിച്ച സിനിമയാണ് ക്ലാസ്മേറ്റ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ബേസിക്കലി ഞാൻ പഠിച്ച ഒരു മിക്സഡ് കോളേജിലല്ല. താങ്കളുടെ കുടുംബചരിത്രം നമ്മൾക്ക് പിന്നീട് പറയാം. കാവ്യാമാധവൻ വളരെ ചുരുക്കത്തിൽ എന്താണ് പറയാനുള്ളത്? എന്താ പറയാ, എനിക്കൊന്നും പറയാൻ കിട്ടില്ല. ഒന്നും പറയണ്ട, കാരണം നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ്. താൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ള വാദത്തോടു കൂടി ശ്രീ പിണറായി വിജയൻ കണ്ണൂരിൽ നടത്തിയ ഒരു പരാമർശത്തിൽ നിന്ന് പാർട്ടിയിലെ പല കാര്യങ്ങൾക്കും നമ്മളെ ഉപയോഗപ്പെടുത്തുക, അതിനുശേഷം ഒരു പുല്ലുപോലെ വലിച്ചെറിയുക, ഈ നയത്തോട് ഞാനെതിരാണ്. തീർച്ചയായും ശ്രീ ആര്യാടൻ മുഹമ്മദ്, താങ്കൾക്ക് സ്മാർട്ട് സിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, ഞാൻ പറയട്ടെ, ഇവര് കൊണ്ടുവന്നത് സ്മാർട്ട് സിറ്റി അല്ല, ഓവർ സ്മാർട്ട് സിറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും പാലായിൽ നിന്നും വന്നിട്ടുള്ള കെ എം മാണി സാർ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ കെ എം മാണി സാർ, താങ്കൾക്ക് കേരള കോൺഗ്രസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ തോൽപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയിൽ ആർക്കും കഴിയില്ലെന്ന് മാത്രമാണ്. തീർച്ചയായും ഇപ്പോൾ ബിസോൺ മത്സരത്തിൽ ഇന്ന് വേദി 1 നാടൻ പാട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദി 2 മിമിക്രി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കൊച്ചു മിമിക്രി ആദ്യം ഒരു ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദമാണ്. അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ബാർബർ ഷോപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. തീർച്ചയായും നമ്മൾക്ക് തിരിച്ചു വരാം വീണ്ടും ന്യൂസ് നൈറ്റിലേക്ക്. ക്രിക്കറ്റിൽ വീണ്ടും ഇന്ത്യൻ ആധിപത്യം. ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ സുകുമാർ അഴീക്കോട് ലൈനിലുണ്ട്. ശ്രീ സുകുമാർ അഴീക്കോട്, ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ സച്ചിനെയും ഗാംഗുലിയെയുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സാധാരണ സച്ചിൻ 1 പോയി, ഗാംഗുലി 2 പോയി എന്നൊക്കെ കേട്ട് എന്തിനാണ് സച്ചിനും ഗാംഗുലിയും 1 2 പോകാൻ വെറുതെ സൗത്ത് ആഫ്രിക്ക വരെ പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായും ശ്രീശാന്തിനെ കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി നമ്മുടെ ലൈനിലുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീശാന്ത് വളരെ നല്ലവണ്ണം കളിക്കുന്ന പയ്യനാണ്. അദ്ദേഹം കേരളത്തിന്റെ യശസ് ഉയർത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹം കളിക്കുന്നത് ബാറ്റ് കൊണ്ടല്ല, പന്ത് കൊണ്ടല്ല, മറിച്ച് വായ കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ മലപ്പുറത്ത് ഫുട്ബോളിനാണ് പ്രചാരമെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കാണുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ തിരക്കുകൾ കാരണം പലപ്പോഴും ഇതിനൊന്നും സമയം കിട്ടാറില്ല എന്ന് മാത്രം. തീർച്ചയായും ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബിന്റെ സംവിധായകൻ ശ്രീ വിനി ശ്രീനിവാസ് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ വിനി, താങ്കൾക്ക് മലർവാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലർവാടി ആർട്സ് ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്റെയൊക്കെ അച്ഛന്റെയൊക്കെ ഒരു പാരമ്പര്യമുള്ള എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഇന്ത്യ വിഷന്റെ ന്യൂസ് നൈറ്റ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. തൊട്ടുപിറകെയായി നിങ്ങളുടെ മുന്നിലെത്തുന്നു പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. അതുകൊണ്ടാണെങ്കിൽ പറയുന്നത്, വിഷ്ണുവിടെ മ്യൂസിക് മാത്രമല്ല, മ്യൂസിക്കിന്റെ കൂടെ മാജിക്കും അറിയാവുന്ന. അതുകൊണ്ട് അങ്കിൾ മോന് തരാൻ പോകുന്ന മാർക്ക് 20 ഔട്ട് ഓഫ് 20. റൈറ്റ്. തൊട്ടടുത്തതായിട്ട് മിമിക്രി താരം ടിനി ടോം. ഇവിടുത്തെ കാലത്ത് ഒരു സ്കിറ്റ് വിജയിപ്പിക്കാവുന്ന വളരെ പ്രയാസമുള്ള കാര്യം, പക്ഷെ നിങ്ങളത് വളരെ പ്രൊഫഷനോട് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തതായിട്ട് ഏതാനും ചില നടിമാരുടെ ശബ്ദം അനുകരിക്കുകയാണ്. ആദ്യമായി ബിന്ദു പണിക്കർ. അല്ലെങ്കിൽ ഞങ്ങളാറെ മോശം. എടാ സുരേഷ്, പറയടാ പറയാ, വെറ്റുകളെ പറഞ്ഞേക്കണേ ശരിയല്ലേ? ആർച്ച് കുഞ്ഞ് കോമണ്ണുള്ളതാ, കോമൈണ്. തൊട്ടടുത്തതായിട്ട് ലക്ഷ്മി കൃഷ്ണമൂർത്തി. വിലാസിനി സുകുമാരന്റെ നിയമം വന്നില്ല. അല്ല, സുകുമാരന്റെ നിയമം വന്നോണ്ടും വലിയ കാര്യമൊന്നുമില്ല. സേമിയ പായസം എനിക്ക് വേണ്ട കുട്ടിയെ, കാരണം ആ പുള്ളുപോലെ ഇരിക്കുന്ന സാധനമല്ലേ അത്. തൊട്ടടുത്തതായി ഷീല. ചെമ്മീൻ എന്ന ചിത്രത്തിൽ ഷീലയുടെ ചിരിയും കരച്ചിലും ഒന്ന് മാറി മാറി അനുകരിക്കുകയാണ്. ആദ്യമായി ചെമ്മീൻ എന്ന ചിത്രത്തിൽ ഷീലയുടെ ചിരി. എന്റെ കൊച്ചു മുതലാളി, ഇതെന്തൊരു നോട്ടമാ, എന്നെ ഇങ്ങനെ നോക്കാതെ കൊച്ചു മുതലാളി. ഇതേ സിനിമയിൽ ഷീല കരഞ്ഞാൽ കൊച്ചു മുതലാളി കല്യാങ്ങളെ അയ്യോ. തൊട്ടടുത്തായിട്ട് മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ ജയറാമിന്റെ അമ്മ വേഷം കൈകാര്യം ചെയ്ത മീന. ഞാൻ പറയുന്നതൊന്നും ഈ കൊച്ചിന് മനസ്സിലാകുന്നില്ല. വൈദ്യക്കാരാ പോയി തൂങ്കട. അവസാനമായിട്ട് ഇവിടെ അനുകരിക്കുന്നു സുരാജ് വെഞ്ഞാറമ്മൂട്. ആകാശവാണിയിൽ ഒരു വാർത്ത വായിക്കുകയാണ്. തള്ള എന്തിന്? ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. വാർത്തകൾ വായിക്കുന്നത് തിരുവനന്തപുരംകാരൻ തന്നെ ശശി. തള്ള ചെല്ലക്കിളില്ല നോക്കും എന്നെ തന്നെ വരട്ടെ. താങ്ക് യു. ഇത്രയും നേരം എനിക്ക് നല്ല പ്രോത്സാഹനം നൽകി എല്ലാവർക്കും നന്ദി, നമസ്കാരം.